സ്നേഹമുള്ളവരെ, നമ്മുടെ വാക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു പ്രവൃത്തി പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു നോട്ടം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേൾവി പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ശ്വസിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് വണ്ടി ഓടിക്കുന്നു, അത് പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് പഠിക്കുന്നു, അത് പ്രധാനപ്പെട്ടതാണ്. സ്നേഹമുള്ളവരെ, ഇതൊക്കെ ഏതു വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നത്. കൊളോസോസ് 3:17 ശ്രദ്ധയോടെ കേൾക്കാം. കൊളോസോസ് 3:17 വിശുദ്ധ ബൈബിളുള്ളവർ വചനം എടുത്തു തന്നെ കേൾക്കുക. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ, നിങ്ങൾ വാക്കുച്ചരിച്ചാലും പ്രവർത്തിച്ചാലും, എന്തു പ്രവൃത്തിയുമായിക്കൊള്ളട്ടെ, എന്തു വാക്കുമായിക്കൊള്ളട്ടെ, എന്ത് ചെയ്താലും അതെല്ലാം നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളും എങ്ങനെ ചെയ്യണം? യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി അത് കൃതജ്ഞത അർപ്പിക്കണം. താങ്ക്സ് പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അർപ്പിക്കണം. അപ്പോൾ ഈ വചനം തരുന്ന ഒരു അഭിഷേകം എന്താണെന്നറിയാമോ? അവൻ്റെ നാമത്തിൽ നമ്മളെല്ലാം ചെയ്യണമെന്നുള്ളതാണ്. സ്നേഹമുള്ളവർ, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ലേ? കർത്താവിൻ്റെ നാമത്തിന് പുകഴ്ചയ്ക്ക് വേണ്ടി ഞാൻ ഈ പ്രവൃത്തി ഇന്ന് ചെയ്യുന്നു. ഞാൻ ഇന്ന് എൻ്റെ പഠനം കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് കാഴ്ചവെക്കുക. ഞാൻ ഇന്ന് നല്ലൊരു പാചകം ചെയ്യുന്നു. ഞാനത് കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ആ പ്രവൃത്തികളൊക്കെ കൃപയുള്ളതായി മാറും. ഒരുപക്ഷെ സാധാരണ ഒരു പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായിരിക്കും. പക്ഷെ നീ സ്വർഗത്തിന് സമർപ്പിച്ചിട്ട് ആ പഠനം ഏൽപ്പിക്കുമ്പോൾ ആ പഠന വിഷയം വളരെ അനുഗ്രഹപ്രദമായി മാറും. ഒരു യാത്ര അത്ര ശുഭകരമായൊരു വിഷയമായിരിക്കത്തില്ല. ഒരുപക്ഷെ ലഭിക്കുമോ ലഭിക്കത്തില്ലയോ എന്നുള്ള ഒരു പകുതി മനസ്സോടെയായിരിക്കും നമ്മൾ ഇന്ന് ആ യാത്രയ്ക്കായി ഇറങ്ങുന്നത്. കർത്താവിന് സമർപ്പിച്ച് യാത്ര നടത്തി നോക്കിക്കേ. തിരികെ വരുമ്പോൾ നീ സ്വർഗത്തിൻ്റെ കൃപ അനുഭവിച്ചായിരിക്കും ഭവനത്തിലേക്ക് വന്ന് കയറുക. ആമേൻ.